ജർമ്മൻ പഠിക്കൂ, 1,400,000 രൂപ സ്റ്റൈഫൻഡിൽ ജർമ്മനിയിൽ പഠിക്കാം. ഇപ്പോൾ 2-3 വർഷമായി കേരളത്തിലെ മലയാളികളുടെ ഒരു ട്രെൻഡാണിത്. കുട്ടികൾ +2 കഴിഞ്ഞാൽ ഒട്ടുമിക്ക കുട്ടികളും ജർമ്മൻ പഠിച്ച് എങ്ങനെയെങ്കിലും ജർമ്മനിയിലേക്ക് കയറി പോവുകയാണ്. ഇപ്പോൾ ജർമ്മനിയിൽ പോകാനാണ് കുട്ടികൾ കൂടുതലായി പഠിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ജർമ്മൻ പഠിക്കാൻ മറ്റ് കോഴ്സുകൾ പഠിക്കുന്നതിനേക്കാളും പൈസ കുറവാണ്. കാരണം വലിയ കോഴ്സുകൾക്കൊക്കെ പോയി, നേഴ്സിംഗ് കോഴ്സുകൾക്കൊക്കെ പോയി വീടും പേഴ്സണൽ ലോണും അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ട് ലോണൊക്കെ വെച്ച് വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് വലിയ തുക വീട്ടുകാർക്ക് ബാധ്യതയാക്കി പോകുന്നതിലും നല്ലത് എങ്ങനെയെങ്കിലും ജർമ്മൻ പഠിച്ചാൽ ജർമ്മനിയിൽ കയറിപ്പോകാം. ജർമ്മൻ പഠിച്ച് ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ പോകാം. ജർമ്മനിയിൽ പോയാൽ 1,400,000 രൂപ സ്റ്റൈഫൻഡ് കിട്ടും. പിന്നെ അവിടെ അവർക്ക് ജോലിയാവും. അവിടുത്തെ അവിടെ ജോലിയായി അവിടെ സ്ഥിരതാമസമാവും. പിന്നെ നാട്ടിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകാം, കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളാണ് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് വളരെ വ്യാപകമായി കണ്ടുവരുന്നത്. എന്തായാലും ഈ ജർമ്മനി ട്രെയിൻ എത്ര കാലം ഉണ്ടാവുമെന്ന് കണ്ടറിഞ്ഞ് തന്നെ കാണണം. കാരണം കണ്ടമാനം കുട്ടികളാണ് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക സ്ഥലത്തും ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടെ നോക്കിയാലും ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഒരു ചെറിയ ടൗണിൽ തന്നെ 8-10 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുള്ളത്. ഈ കുട്ടികൾ മുഴുവൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ നല്ല തൊഴിൽ കിട്ടാത്തതുകൊണ്ട് കുട്ടികൾ എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ജർമ്മനെങ്കിൽ ജർമ്മൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ വേറെ ഏതെങ്കിലും രാജ്യം. എന്തായാലും കുട്ടികളുടെ ഈ ആഗ്രഹം ജർമ്മൻ ഭാഷയിലൂടെയെങ്കിലും സഫലമാകട്ടെ. കൂടുതൽ കുട്ടികൾ ജർമ്മനിയിൽ ചെന്ന് അവിടുത്തെ പൗരന്മാരായി ഇങ്ങോട്ടൊരിക്കലും തിരിച്ചു വരാതെ അവിടുത്തുകാരായി കഴിയട്ടെ. എന്തായാലും നമുക്കതൊക്കെ കണ്ട് സന്തോഷിക്കാം. അതല്ലേ നല്ലത്.